വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നതാ കുട്ടിയും വട്ടിയും ബാഗും എല്ലാം എടുത്തിട്ട് നമ്മൾ പോവാണ്. ഇന്നും നമ്മൾ പുറത്തേക്ക് പോവാണ്. ഇന്നൊരു ചെറിയ ഔട്ടിംഗ് ആണ്. സത്യത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല നടന്നത്. നമ്മൾ പാണിയേലി പോരിലേക്കാണ് പോകാൻ നിന്നത്. പക്ഷേ ഇതാ കറങ്ങി തിരിഞ്ഞ് നമ്മൾ പോണത് പ്ലാന്റേഷനിലേക്കാണ്. വേറെ ഒന്നല്ല, കാറിൽ കയറിയപ്പോൾ തുടങ്ങി എനിക്ക് ഛർദിയാണ്. അപ്പോൾ ഈ ഒരു ഛർദിയും വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. കുറേ നേരം നമ്മൾ കാറിൽ തന്നെ ആയിരുന്നു യാത്ര. പിന്നെ ഞാൻ എന്താ ഫ്രണ്ടിലേക്ക് കയറിയിരുന്നു. അപ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നി. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. ഇന്നിതാ അവധി ദിവസമാണ്. നാളെ ദീപാവലി ആയതുകൊണ്ട് തന്നെ നല്ല റഷാണ്. വണ്ടികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ രണ്ടാൾക്കാർ കിടക്കുന്ന സ്ഥലം ഇതാണ്. കാറിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ബാക്കാണ് ഇഷ്ടം. കുറച്ച് നേരം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ കരച്ചിലാണ് ഫ്രണ്ടിലേക്ക് വരാൻ. അപ്പോൾ ഇതാ നമ്മൾ കഴിക്കണത് മീൽസ്, അതുപോലെ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തു, നമ്മൾ കഴിച്ചു. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. പായസമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ വണ്ടി എടുത്ത് നേരെ പോവാണ്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കാടും അതുപോലെ തന്നെ കാട്ടരുവിയും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്, മൃഗങ്ങളെയും. അങ്ങനെ ഒരു കുഞ്ഞ് കാട്ടരുവിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാണാമെന്ന് പറയാനൊന്നുമില്ല. ഈ ഒരു നേച്ചറിൻ്റെ ഭംഗിയും കാടിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പിന്നെ നമ്മളുടെ ലക്ക് അനുസരിച്ചിരിക്കും ഓരോ ആനിമൽസിനെ കാണുന്നതൊക്കെ. വേറെ ഒന്നുമില്ല, നമ്മൾ കൂടുതൽ സമയവും വണ്ടിയിൽ തന്നെ ആയിരിക്കും. ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് നല്ല ഫ്രഷ് എയറും അതുപോലെ തന്നെ കാടിൻ്റെ ശബ്ദമൊക്കെ ആസ്വദിച്ചിങ്ങനെ പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ ചെറിയ ചെറിയ അരുവികളുണ്ട്. പക്ഷെ നമ്മൾ സേഫാണോ നോക്കിയിട്ട് മാത്രം ഇറങ്ങണം. വെള്ളത്തിൻ്റെ പ്രശ്നമില്ല, കാടായതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ നമ്മൾ സേഫാണ്. അപ്പോൾ അതാ കുട്ടികളൊക്കെ ഇറങ്ങി കുളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്കും ഇറങ്ങാനും കുളിക്കാനും ഒക്കെ തോന്നി. പക്ഷേ കാല് നനയ്ക്കാൻ വരെ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരെ പോയത് ഈ പൈനാപ്പിൾ തോട്ടത്തിലേക്കാണ്. ആ സൈഡിലാണ് നിറയെ പശുക്കൾ ഇങ്ങനെ മേഞ്ഞ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് വണ്ടി പതുക്കി എടുക്കുകയാണ്, വേറൊന്നുമല്ല. ഞാനിനി അവറ്റങ്ങളെ ഇടിച്ച് താഴെയിടണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പതുക്കെയാണ് വണ്ടി എടുക്കുന്നത്. ഈ തോട്ടം ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ഇതിനവിടെ ഒരു എൻഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് റിട്ടേൺ വരും. കുറേ പശുക്കളും കാളയും അതൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ ഉള്ളിൽ കുറേ കുറുക്കന്മാരുണ്ടായിരുന്നു, മയിലുണ്ടായിരുന്നു, പിന്നെ മലയണ്ണാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതവിടെ കണ്ടൊരു അമ്പലമാണ്. ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ റിട്ടേൺ വരാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് ആൾക്കാരില്ലാത്ത റോഡ് കണ്ട് ഒരു വീഡിയോ എടുക്കാതെ പോരാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ അതും കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റിട്ടേണൊക്കെ വന്നു. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കമ്പിവേലി ഉള്ളത് കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അതിൽ എർത്തുണ്ട്. അപ്പോൾ പുറത്ത് തന്നെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് 2 പേര് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അവരവിടുത്തെ പണിക്കാരാണ്. അവർ പറഞ്ഞു കറണ്ടൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അവരുടെ പെർമിഷനോട് കൂടിയിട്ട് നമ്മൾ അകത്തേക്ക് കയറി. പിന്നെ ഈ കാണുന്ന പൂവ് കാക്കപ്പൂവാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ളൊരു പൂവാണ്, പക്ഷേ അതിനെ കാണാൻ പോലും കിട്ടണില്ല. ഇവിടെ നിറയെ ആ പൂക്കളായിരുന്നു. പൈലറ്റിൻ്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഈ പൂക്കളാണ്. പിന്നെ ഈ കിടക്കണ പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തു നോക്കിയതാണ്, പക്ഷേ അത് പട്ടി കടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വലിച്ചെറിഞ്ഞത്. 2 പട്ടികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ കണ്ട് പേടിച്ചോടിയതാണ്. അങ്ങനെ ഇതിൻ്റെ അറ്റത്തേക്ക് നമ്മൾ പോണില്ല, കാരണം അവിടെ കാടാണ്. ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. ഓടാൻ പോലും സ്ഥലമില്ല. അപ്പോൾ അത് കാരണം നമ്മൾ അധികം റിസ്ക് എടുത്തില്ല, തിരിച്ചു പോന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കാക്കപ്പൂവ്. പോണ എല്ലാ വഴിയിലും ഇതിങ്ങനെ മുളച്ച് നിൽക്കുകയാണ്. അതുപോലെ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുകയാണ്. നിറയെ ഉണ്ടായിരുന്നു. ആ നേരെ കാണുന്നത് ആനയാണ്. നമുക്ക് അടുത്ത് കാണാൻ പറ്റിയില്ല, പക്ഷേ ഒട്ടും വിഷമിക്കേണ്ട വന്നില്ല. തൊട്ടടുത്ത് 3 ആനകളുണ്ടായിരുന്നു. നന്നായിട്ട് കണ്ടു, പക്ഷേ വണ്ടി നിർത്താനൊന്നും പറ്റിയിട്ടില്ല. പോലീസുകാരുണ്ടായിരുന്നു. അത് മാത്രമല്ല അത് സേഫുമല്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു പോവാണ്. 3 പേരും നന്നായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ ആദ്യം നല്ല ഹാപ്പിയാണ്, ആനകളെ നേരിട്ട് കണ്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തുമ്പൂർമൊഴി ഭാഗത്തും ഒരു 2 ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ സൈഡിൽ. അതും ഇതിനേക്കാളും കുറച്ചും കൂടെ അടുത്തായിരുന്നു, പക്ഷേ അവിടെ ഗൈഡ് ഉണ്ടായിരുന്നു. നമുക്ക് വണ്ടി നിർത്താൻ പറ്റിയ സ്ഥലമല്ലായിരുന്നു. പിന്നെ നമ്മളിവിടെ എത്തി ചായയും ഐസ്ക്രീമും ഒക്കെ വാങ്ങി. അതൊക്കെ കഴിച്ചിട്ട് നമ്മളിനി നേരെ വീട്ടിലേക്കാണ് പോകാൻ വേണ്ടി പോണത്. പിന്നെ ചെറിയ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ഐസ്ക്രീമാണല്ലോ കിട്ടിയിരിക്കുന്നത്. വലിയ ഐസ്ക്രീം കൊടുത്തിട്ട് അത് വാങ്ങി ചെറുതാക്കി കൊടുത്ത ഒരു ചേട്ടനുള്ള അനിയനായതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചു പോവാണ്. നല്ല റഷാണ്, വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആന ഇറങ്ങുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ സിൽവർ സ്റ്റോമിലെ തിരക്കും എല്ലാം കൂടെ റോഡൊക്കെ നല്ല റഷായിരുന്നു. ഇന്നിപ്പോൾ നമ്മളുടെ ആകാശം കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയാണ്.
അപ്പോൾ നമ്മൾ നേരെ പുല്ലൂറ്റെത്തി ഒരു കരിക്കൊക്കെ വാങ്ങി കുടിച്ചിട്ട് നേരെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.